അരിയോ ഉഴുന്നോ ഒന്നും ചേർക്കേണ്ട. കൂടാതെ തന്നെ ഒരു തുള്ളി എണ്ണ പോലും ഉപയോഗിക്കാതെ നമുക്ക് നല്ലൊരു പലഹാരം തയ്യാറാക്കിയാലോ. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ്. അതിനായിട്ട് മിക്സിയുടെ വലിയ ജാറിലേക്ക് പൊരി ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1/4 കപ്പ് അളവിലാണ് ഇവിടെ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കൂടെ തന്നെ 1/4 കപ്പ് അളവിൽ റവയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ റവ എടുത്ത അതേ അളവിൽ തന്നെ നല്ല പുളിയുള്ള തൈരൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുക്കണം. അതിന് മുമ്പായിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. നമ്മളെടുത്ത ആ ഒരു കപ്പിന് 1 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഈ അരച്ചെടുത്തത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയും വെള്ളം മതി. ഒരുപാട് വെള്ളമാകുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അല്പം വെള്ളം കൂടിയാൽ കുറച്ച് റവയോട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഒരു 10 മിനിറ്റ് ഇതിരിക്കട്ടെ. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇത് കഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചട്നി തയ്യാറാക്കാം. ഇതിന് ചട്നി ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഒരു ചട്നി കൂടി തയ്യാറാക്കുന്നുണ്ട്. കുറച്ച് പൊട്ടുകടല, ഒരു 3 വറ്റൽമുളക്, കുറച്ച് തേങ്ങ, ഉള്ളി, ഇഞ്ചി, കറിവേപ്പില ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് തേങ്ങ ഒന്നും എടുക്കണ്ട. നമ്മൾ പൊട്ടുകടല ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് വളരെ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി. പൊട്ടുകടല ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ചട്നിക്ക് നല്ലൊരു കൊഴുപ്പൊക്കെ കിട്ടും. അതുകൊണ്ട് വളരെ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ആ ഇഞ്ചിയും ഉള്ളിയും എല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ കാശ്മീരി മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് എരിവ് ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മുളക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ചേർത്ത് കൊടുത്ത് നമ്മൾ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തു. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് വെള്ളം കൂടി ചേർത്തൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാടങ്ങ് ഫൈനായിട്ട് നല്ല സ്മൂത്തായിട്ട് ഞാൻ അരച്ചിട്ടില്ല. അല്പം തരിയോട് കൂടിയിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇങ്ങനെ വേണമെങ്കിൽ എടുക്കാം. അതല്ല നല്ല സ്മൂത്തായിട്ട്, അതായത് ഒട്ടും തരിയില്ലാതെ അരച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ എടുത്തതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ ഇതിലേക്കൊന്ന് താളിച്ചൊഴിക്കാം കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ക്യാരറ്റും സവാളയും പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി ഇത്രയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൂടെയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റും. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു ക്യാരറ്റ് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, വളരെ ചെറുതായിട്ട് കേട്ടോ. പിന്നെ കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞതും, പിന്നെ ഒരു പച്ചമുളകാണ് എരിവിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നത്. ഒരു സവാളയുടെ പകുതി എടുത്തിട്ട് കുനുകുനാന്നരിയത്തില്ലേ, ഒട്ടും വലിപ്പമില്ലാതെ ചെറുതായിട്ട് അരിയത്തില്ലേ, അങ്ങനെ അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ഒന്ന് കൊത്തി അരിഞ്ഞതും, ഒരല്പം സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ തൈരും റവയും എല്ലാം കൂടി അരച്ച സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് കുറവാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയേ. എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അധിക സമയമൊന്നും വെക്കണ്ട കേട്ടോ. ഞാനിപ്പോൾ ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് അടച്ച് വെക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ ഇത് ഒഴിച്ചു കൊടുത്തു. നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ആ ഒരു വീഡിയോ നമുക്ക് മിസ്സായി പോയിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് ആ തട്ടിലൊക്കെ എണ്ണ തേച്ചതിന് ശേഷം ഇത് ഒഴിച്ചു കൊടുത്തു. ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. പിന്നെ നിങ്ങളിത് തട്ടിൽ നിന്ന് എടുക്കുന്ന സമയത്ത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഇത് എടുക്കാവുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ തണുത്തതിന് ശേഷം തട്ടിൽ നിന്നൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. വളരെ പെട്ടെന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ ക്യാരറ്റും ഇഞ്ചിയും പച്ചമുളകും എല്ലാ സവാളയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടെ ഉള്ളപ്പോൾ നല്ലൊരു പ്രത്യേക രുചി തന്നെയാണ് കേട്ടോ ഈ ഒരു പലഹാരത്തിന്. ഇതിന് ചമ്മന്തി വേണമെന്നില്ല, ചമ്മന്തി ഇല്ലാതെ വേണമെങ്കിലും കഴിക്കാം, ചമ്മന്തി കൂട്ടി വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലെയുള്ള ഈസി റെസിപ്പികളുമായിട്ട് പെട്ടെന്ന് വരുന്നതാണ്. നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും താങ്ക്